എവിടെ പോയിക്കോ. എടാ തോമാച്ച, എന്താ നീ കിഴക്കത്തെ വീട്ടിൽ പോയി കുറച്ച് കനല് വാങ്ങിക്കാണ്ടോ? ചകിരി എടുത്താടാ, എടുത്തു വന്നേ. ഏലിക്കുട്ടിയെ, കുറച്ച് കപ്പ വെക്കളെ, നമ്മളൊക്കെ ഇത് പൊഴിഞ്ഞ് തരാം കേട്ടോ. ഏലിക്കുട്ടിയെ, എടി ഏലിക്കുട്ടിയെ, നിങ്ങൾ വന്നോ? കഴിച്ചില്ലാത്ത കാണാൻ മരിച്ച അതേ ഇത് പൊങ്ങിയ പിള്ളേർക്ക് വരും, അവരൊന്ന് തിന്നട്ടെ. ശരി, നിങ്ങൾ പോയി മേലെ അഴിച്ചു, ഞാൻ കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുടിക്കാം. കൊച്ചന്റെ ആങ്ങളമാരെന്തിയേ? ഇവിടെയുണ്ട്, വാ വന്നിരി, കപ്പ ഒഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളും വാ മനുഷ്യ. എടി, ഇന്ന് പറമ്പിച്ചെടുത്തപ്പോ മത്തായി ഒരു കാര്യം പറഞ്ഞിട്ടു. നമ്മുടെ ബ്രഹ്മംഗലത്തെ പള്ളിക്കുടം അവിടെ നിന്ന് മാറ്റി നമ്മുടെ മിസ്സങ്കാരെ കൂടെയുള്ള സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു ആലോചന ഉണ്ടെന്ന്. ഇവിടെ അടുത്തെങ്ങാനും പറഞ്ഞ് നമ്മുടെ പിള്ളേരെ കൂടെ ചേർക്കായിരുന്നു. കൈപ്പുളിക്ക് മാറ്റാനുള്ള താല്പര്യം പറയുന്നതേ, വികാർ ജനറൽ വെച്ച ആ നാട്ടുകാരനല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരുള്ളൂ. പിള്ളേരെ തിന്നു കഴിഞ്ഞാൽ കയ്യെ കഴിക്കാൻ പശുവിനെ തീറ്റ. പിള്ളേരിക്കുമ്പോഴാണോ പട്ടക്കാരുടെ കുറ്റം പറയുന്നത്? അവരിരുന്നത് കണ്ടില്ലടി. എന്നാലും മാക്കീരച്ചൻ അങ്ങനെ ചെയ്യുവോ? എല്ലാ പള്ളിക്കാർക്കും സമ്മതാണോ? നമ്മൾ പുന്നത്തറ പള്ളിക്കാരും പൈങ്ങളം പള്ളിക്കാരും ആ അഭിപ്രായത്തോട് ചേരുന്നില്ലെന്ന് പറയുന്ന കേട്ടെ. ഇന്നൊരു തീരുമാനം ഉണ്ടാവും. ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നിങ്ങളേറ്റ് കൈയിടും. ഞാൻ ആ തെക്കേത്ത മറിയയുടെ വീട്ടിൽ പോയി കുറച്ച് കരി വാങ്ങിപ്പോയി. പതുക്കെ വലിക്കണേ, എന്നെ പതുക്കെ വലിക്കണേ. പതുക്കെ വലിക്കാടി. ആ മറിയ, നീ മുറ്റടിക്കണോ? പിള്ളേരൊക്കെ ഏലിയായും അന്യായും കൂടെ വീടും എഴുതുന്നുണ്ട്. തോമ അപ്പൻ്റെ പണിക്ക് പോയി. മറ്റേത് രണ്ടെണ്ണം കൂടെ വേണ്ടി ഇരുന്ന് കളിക്കണം. എടി, നീ അറിഞ്ഞോ? നമ്മുടെ ബ്രഹ്മംഗലത്തെ പള്ളിക്കൂടം നമ്മുടെ മിസ്സങ്കാർ കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ ഒരു ആലോചനയുണ്ട് പോലും. ഇവിടെ അടുത്തെങ്ങാനും അറിഞ്ഞ് നമ്മുടെ പിള്ളേരെ കൂടി ചേർക്കായിരുന്നു. അതിന് തീരുമാനമായി. വികാരി ജനറൽ മാക്കിയിലച്ചൻ ഒരു നല്ല മനുഷ്യനാ. ഈ പള്ളിക്കൂടത്തിന്റെ പേരിൽ കുറേയധികം കുറ്റപ്പാടേറ്റു. പക്ഷേ അദ്ദേഹം ആരുടെ പക്ഷവും നിൽക്കാതെ തെക്കമ്പാകരുടെ നന്മയെ കരുതി പള്ളിക്കൂടം പുറയാക്കി പണിയാൻ തീരുമാനിച്ചു. എന്റെ തമ്പുരാനെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഏലിക്കുട്ടിയെ, ഓ വരുന്നു. മറിയെ, കുറച്ച് അരി ഇരിപ്പുണ്ടോ തരാൻ? നാളത്തേക്ക് ഒട്ടുമില്ല. ഇന്ന് അങ്ങനെ കുറച്ച് കപ്പ കൊണ്ടുവന്നു, പിള്ളേർക്ക് അത് മുഴുങ്ങി കൊടുത്തു. ആ ഉണ്ട്, ഞാൻ എടുത്തേക്ക് വരാം. എന്നാ ശരി, അടുത്ത ആണ്ടിന് പിള്ളേരെ പള്ളിക്കൂടത്തിൽ ചേർക്കാം. അതെ, അതുങ്ങളെങ്കിലും എഴുതാനും വായിക്കാനും പഠിക്കട്ടെ. ശരി. ഓ ദൈവമേ, എല്ലാം അങ്ങയുടെ ചിത്തം പോലെയാകട്ടെ. അങ്ങയുടെ മേൽ ശരണപ്പെടുന്നവരെ ഒരിക്കലും മറക്കുന്നവനല്ല അങ്ങ് എന്ന് എനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. ബ്രഹ്മമംഗല പള്ളിക്കൂടം മാറ്റി സ്ഥാപിക്കുന്നതിന്മേൽ എനിക്കുണ്ടായിരുന്ന ചില ആശയക്കുഴപ്പത്തിന് ഒരു നല്ല തീരുമാനം കൈക്കൊള്ളാൻ അങ്ങ് സഹായിച്ചതുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ പ്രത്യേക താല്പര്യത്താൽ കൈപ്പുഴയിലേക്ക് പള്ളിക്കൂടം മാറ്റിവെച്ചിരുന്നാൽ കോട്ടയം മിസത്തിന്റെ പൊതുവായ ആളായ ഞാൻ ചിലരുടെ പക്ഷം പിടിക്കുന്ന തരത്തിലാകുമായിരുന്നു. അതിന് ഇടവരുത്തായത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.